2021 പാറശാല. സുമതിയും 4 മക്കളും അടങ്ങിയ കുടുംബം. 3 പെണ്ണും ഒരേ ഒരു ആൺതരിയായ കണ്ണനുമാണ് സുമതിക്കുള്ളത്. വർഷങ്ങൾക്ക് മുമ്പേ സുമതിയുടെ ഭർത്താവ് മരിച്ചുപോയതാണ്. വാടക വീടുകൾ മാറി മാറിയാണ് സുമതിയുടെയും മക്കളുടെയും താമസം. അങ്ങനെ ഒടുവിൽ സുമതിയും മക്കളും പാറശാലയിലെ ഒരു വാടക വീട്ടിലോട്ട് താമസിക്കാൻ എത്തി. ഹൗസ് ഓണറായ ഇന്ദിര തൊട്ടപ്പുറത്ത് തന്നെ ഒരു 2 നില വീട്ടിൽ താമസമുണ്ട്. ഈ ഇന്ദിര ഒറ്റയ്ക്കാണ് ആ വീട്ടിൽ താമസിക്കുന്നത്. ഭർത്താവ് ഗോപിയാണെങ്കിൽ ഗൾഫിലാണ്. ഏക മകളെ കല്യാണം കഴിപ്പിച്ച് വിടുകയും ചെയ്തു. സുമതിയെയും മക്കളെയും ഇന്ദിരയ്ക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. അങ്ങനെ 2 വീട് ഒരു മുറ്റവും പോലെ ഹൗസ് ഓണറായ ഇന്ദിരയും സുമതിയും പിള്ളേരും ഒക്കെ ആയിട്ട് ഇങ്ങനെ കഴിയുകയാണ്. അപ്പോഴാണ് തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിലെ ഉത്സവം കൊടിയേറുന്നത്. ആ നാട്ടിൽ കണ്ണൻ ഒഴിച്ച് മറ്റെല്ലാവരും അന്ന് രാത്രി ഉത്സവം കാണാൻ അമ്പലപ്പറമ്പിലേക്ക് പോയി. പക്ഷെ കണ്ണന് വയ്യാത്തത് കൊണ്ട് അവൻ പോയില്ല. കണ്ണൻ നോക്കുമ്പോൾ ഹൗസ് ഓണർ ചേച്ചിയുടെ വീട്ടിൽ മാത്രം ലൈറ്റ് ഇട്ടിട്ടുണ്ട്. ഇവർ പോയില്ലേ എന്ന് കണ്ണൻ ഇങ്ങനെ ആലോചിക്കുകയാണ്. എന്തായാലും അത്രടം വരെ പോയി നോക്കാമെന്ന് കരുതിയ കണ്ണൻ ഇന്ദിരയുടെ വീടിൻ്റെ മുറ്റത്തെത്തി. ഈ കണ്ണന് ആ വീട്ടിൽ നല്ല സ്വാതന്ത്ര്യമാണ്. അതുകൊണ്ടാണ് ധൈര്യമായിട്ട് ആ രാത്രി തന്നെ അവിടെ എത്തിയത്. അപ്പോൾ നോക്കുമ്പോൾ വീടകത്ത് കുറ്റിയിട്ടിരിക്കുകയാണ്. അവൻ ആ നീണ്ട വരാന്തയിൽ കൂടി നടക്കുകയാണ്. സൈഡിലെ മുറിയുടെ ജനൽ തുറന്നു കിടക്കുന്നത് കണ്ണൻ കണ്ടു. അതിൻ്റെ അടുത്തോട്ട് എത്തിയപ്പോൾ ഒരു സീൽക്കാര ശബ്ദവും ആ മുറിയിൽ നിന്നും കേൾക്കുകയാണ്. മിണ്ടാതെ അവൻ ആ ജനാലയിൽ കൂടി അകത്തോട്ട് ഒന്ന് നോക്കിയതേ ഉള്ളൂ. ആ ചെറുക്കൻ പിന്നെ അവിടെ നിന്നില്ല. അതോടെ വല്ലാത്തൊരു കഷ്ടകാലമാണ് പിന്നെ അവന് വന്ന് പിടിച്ചത്. വളരെയേറെ ട്വിസ്റ്റുകൾ നിറഞ്ഞ ആരും പ്രതീക്ഷിക്കാത്ത സംഭവത്തിലോട്ട് നമുക്കൊന്ന് പോകാം. ക്രൈം ത്രില്ലർ സ്റ്റോറീസ് കേൾക്കാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും തരൂ. വെൽക്കം ബാക്ക് ടു ഷീജാസ് ക്രിയേഷൻസ്. ഇന്ദിരയുടെ ഭർത്താവ് ഗോപി ഗൾഫിലാണെന്ന് പറഞ്ഞല്ലോ. അയാൾ 3-4 കൊല്ലം കൂടുമ്പോഴാണ് നാട്ടിലോട്ട് ലീവിന് പോലും വരുന്നത്. അവിടെ കിടന്ന് സമ്പാദിക്കുകയാണ് ഗോപി. നാട്ടിൽ തന്നെ 2 വീട് ഇവർ വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ട്. ഒരു വലിയ 2 നില കെട്ടിടമൊക്കെ വെച്ച് ഭാര്യയും മകളെയും താമസിപ്പിച്ചിട്ടുമുണ്ട്. പിന്നെ വരുമ്പോഴെല്ലാം സ്വർണവും പണവും ഒക്കെ ആയിട്ടാണ് ഗോപിയുടെ വരവ്. ഇന്ദിരയ്ക്ക് അതിൻ്റെ ഒന്നും അഹങ്കാരം ലെവലേശം ഇല്ല. പാവം. ഒരു മോളുള്ളതിനെ കുറച്ച് അകലെ കെട്ടിച്ചു വിടുകയും ചെയ്തു. ഇപ്പോൾ ഇന്ദിര ഈ വലിയ വീട്ടിൽ ഒറ്റയ്ക്കാണ് താമസം. വാടകയൊക്കെ വാങ്ങിച്ചെടുക്കുന്നതൊക്കെ ഇന്ദിര തന്നെയാണ്. ഗോപിയാണെങ്കിൽ അതൊന്നും ചോദിക്കുക പോലുമില്ല. അപ്പോഴാണ് സുമതിയും മക്കളും ഇവരുടെ വാടക വീട്ടിൽ താമസിക്കാൻ വരുന്നത്. സുമതിയുടെ 3 പെൺമക്കളും പഠിക്കുകയാണ് കോളേജിൽ. മകൻ കണ്ണനാണെങ്കിൽ കുറേയൊക്കെ പഠിച്ചിട്ടും ജോലിയൊന്നും ഇല്ലാതെ വെറുതെ ഇങ്ങനെ നിൽക്കുകയാണ് വീട്ടിൽ. സുമതി നന്നായിട്ട് തയ്ക്കും. ആ ഒരു തയ്യൽ ജോലി കൊണ്ടാണ് 4 വയറ് കഴിയുന്നത്. കണ്ണനിപ്പോൾ 28 വയസ്സായി. ഇന്ദിരയുടെ വീടുമായിട്ട് ഈ വാടകക്കാർ നല്ല സ്നേഹത്തിലാണ്. ഇന്ദിര വല്ലതുമൊക്കെ ഉണ്ടാക്കി പറക്കി ഈ സുമതിക്കും പിള്ളേർക്കൊക്കെ കൊണ്ടു കൊടുക്കുകയും മറ്റും ചെയ്യും. ചുരുക്കി പറഞ്ഞാൽ ഒരമ്മ പെറ്റ സഹോദരിമാരെ പോലെയാണ് സുമതിയും ഇന്ദിരയും. ആ ഇടയ്ക്കാണ് ഈ കണ്ണന് ഗൾഫിൽ പോകാനുള്ള ചില കാര്യങ്ങളൊക്കെ ഒത്തുവരുന്നത്. കണ്ണനാണെങ്കിൽ പോകാൻ ഭയങ്കര മടി. അമ്മയും അനിയത്തിമാരും ഇവിടെ തനിച്ചല്ലേ, അവർക്കൊരാവശ്യം വന്നാൽ ആരുണ്ട് അവർക്ക്, അങ്ങനെയൊക്കെ ആലോചിച്ച് കണ്ണൻ മനസ്സോടെ നിൽക്കുകയാണ്. അപ്പോൾ ഇന്ദിര പറഞ്ഞു, മോനെ നീ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. നീ പോയി പൈസയൊക്കെ ഉണ്ടാക്കണം. നിൻ്റെ കുടുംബം നിന്നെ പ്രതീക്ഷിച്ചാണ് ഇരിക്കുന്നത്. ഞാൻ ഇവിടെ ഉണ്ടല്ലോ, ഞാൻ നോക്കിക്കോളാം നിൻ്റെ അമ്മയും അനിയത്തിമാരെയൊക്കെ. നീ ധൈര്യമായിട്ട് പോയിട്ട് വാ. സുമതിയും അത് തന്നെ മോൻ്റെ അടുത്ത് പറയുകയാണ്. ഇന്ദിരയുണ്ടല്ലോ ഞങ്ങൾക്കിപ്പോൾ ഒരു സഹായത്തിന്. നീ പോയി ജോലിക്കൊക്കെ കയറി വല്ലതൊക്കെ പൈസ ഉണ്ടാക്കാൻ നോക്ക്. എല്ലാവരും ഇത്രയൊക്കെ നിർബന്ധിക്കുമ്പോൾ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും കണ്ണന്? കണ്ണൻ അങ്ങനെ ഗൾഫിലേക്ക് പറന്നു. 1 വർഷം കഴിഞ്ഞതും കണ്ണൻ ഈ ഗൾഫ് ജീവിതമൊക്കെ തൽക്കാലം മതിയാക്കി നാട്ടിലെത്തുകയാണ്. പെട്ടെന്നുള്ള മകൻ്റെ ഈ വരവ് കണ്ടതിനേക്കാളും കണ്ണൻ്റെ അമ്മയും അനിയത്തിമാരും ഞെട്ടിയത് മറ്റൊന്ന് കണ്ടിട്ടാണ്. കണ്ണൻ്റെ ശരീരം അവിടെയായി പൊട്ടിപ്പൊളിഞ്ഞിങ്ങനെ ചുമന്ന് തടിച്ച് പുണ്ണായിരിക്കുകയാണ്. സഹിക്കാൻ പറ്റാത്ത ചൊറിച്ചിലും പുകച്ചിലും ഒക്കെ ആയിട്ടാണ് അവൻ വന്നിരിക്കുന്നത്. അതുമാത്രമല്ല വല്ലാത്തൊരു ദുർഗന്ധവും ഈ ശരീരത്തിലുണ്ട്. മകൻ്റെ ഈ ഒരു വല്ലാത്ത അവസ്ഥ കണ്ട് സുമതിക്ക് സഹിക്കാൻ പറ്റിയില്ല. ഒരമ്മയ്ക്കും സഹിക്കാൻ പറ്റില്ല. പിന്നെ കണ്ണന് നാട്ടിൽ ചികിത്സയൊക്കെ തുടങ്ങി. ഡോക്ടർമാർ പറഞ്ഞത് സോറിയാസിസ് എന്ന ഒരു രോഗമാണ് ഇവന് പിടിച്ചിരിക്കുന്നതെന്നാണ്. 1 മാസം അങ്ങനെ കടന്നു പോവുകയാണ്. ഇത്തിരി രോഗത്തിനൊക്കെ ഇപ്പോൾ കുറവുണ്ട് കണ്ണന്.
അപ്പോഴാണ് ഒരു ദിവസം രാത്രി ഇന്ദിര സുമതിയെ കാണാനായിട്ട് ആ വീട്ടിലോട്ട് വരുന്നത്. സുമതിയും പെൺമക്കളും ഇപ്പോൾ ആ വീട്ടിലില്ല. വാതിൽ ചാരിയിട്ടിരിക്കുകയാണ്. സുമതിയെ വിളിച്ചുകൊണ്ട് അകത്തോട്ട് കയറിയ ഇന്ദിര അകത്ത മുറിയിലെ ജനാലയോട് ചേർന്ന് ഒരു കാഴ്ച കണ്ടു. കണ്ണൻ ജനാലയോട് ചേർന്ന് ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നു. ഇന്ദിര പെട്ടെന്ന് കത്തി എടുത്തുകൊണ്ട് വന്നിട്ട് ആ കെട്ടങ്ങ് അറുത്തിടുകയാണ്. ഇവരുടെ ഈ നിലവിളിയും ബഹളമൊക്കെ കേട്ട് അയലോക്കത്തുള്ളവരൊക്കെ അവിടെ ഓടിക്കൂടി. നാട്ടുകാർ പെട്ടെന്ന് തന്നെ കണ്ണൻ ആശുപത്രിയിലൊക്കെ എത്തിക്കാൻ ശ്രമിച്ചു. പക്ഷേ അവിടെ എത്തിയപ്പോഴേക്കും കണ്ണൻ 1 മണിക്കൂർ മുന്നേ മരിച്ചെന്ന് ഡോക്ടർ പറഞ്ഞു. സുമതിയുടെയും ആ പെൺപിള്ളേരുടെയും ആകെയുള്ള പ്രതീക്ഷയും അങ്ങനെ അണഞ്ഞു. കണ്ണൻ എന്തിന് ഈ കടുങ്കൈ ചെയ്തു? ആൾക്കാർ 2 രീതിയിലാണ് പിന്നീട് സംസാരിക്കുന്നത്. ഒന്ന്, അസുഖമൊക്കെ പിടിച്ചതിലുള്ള മനോവിഷമത്തിലാണ് ആ പയ്യൻ ഈ കടുങ്കൈ ചെയ്തെന്നായി. 2, ഏതെങ്കിലും പെണ്ണുമായിട്ട് അവൻ പ്രേമത്തിലായിരുന്നിരിക്കും. ചിലപ്പോൾ അത് പരാജയപ്പെട്ടത് ഉള്ള മനപ്രയാസത്തിലായിരിക്കും അവൻ ഇത് ചെയ്തത്. ഇങ്ങനെയൊക്കെയാണ് നാട്ടുകാർ പറയുന്നത്. എന്തായാലും രണ്ടാമത് പറഞ്ഞ ആ പ്രേമം സുമതി വിശ്വസിച്ചില്ല. അവർക്ക് ഒരു സംശയം മാത്രമേ ഉള്ളൂ, ആദ്യം പറഞ്ഞ അസുഖ കാരണം. എന്തായാലും കണ്ണൻ്റെ മരണം നടന്ന് ഇപ്പോൾ 4-5 മാസം കഴിഞ്ഞിരിക്കുകയാണ്. ബന്ധുക്കളൊക്കെ അവരുടെ കാര്യങ്ങളൊക്കെ നോക്കി പോയി കഴിഞ്ഞു. ഇപ്പോൾ സുമതിയും മക്കളും മാത്രമായി ആ വീട്ടിൽ. ഈ സമയത്താണ് പാറശാല പോലീസ് സ്റ്റേഷനിൽ പുതിയൊരു CI, അതായത് ചന്ദ്രകുമാർ സാറ് ചാർജ് എടുക്കുന്നത്. അദ്ദേഹം വന്നയുടനെ ഓരോ പഴയ കേസ് ഫയലൊക്കെ ഇങ്ങനെ എടുത്തു മറിച്ച് നോക്കുകയാണ്. ഈ തെളിയാതെ കിടക്കുന്ന ഏതെങ്കിലുമൊക്കെ കേസുകൾ ഈ സ്റ്റേഷനിൽ ഉണ്ടോ എന്നറിയാൻ. അപ്പോഴാണ് കണ്ണൻ്റെ ഈ മരണത്തിൻ്റെ ആ ഒരു കേസ് ഫയൽ കണ്ണിപ്പെടുന്നത്. ആ പയ്യൻ എന്തിനത് ചെയ്തുവെന്ന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞോ എന്ന് അദ്ദേഹം മറ്റു പോലീസുകാരോട് ചോദിച്ചു. ഒരു ഐഡിയയും ഇല്ല എന്നാണ് പോലീസുകാർ പറഞ്ഞത്. CI ചന്ദ്രകുമാർ പ്രഗത്ഭനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തിന് തെളിയിക്കാൻ പറ്റാതെ പോയ ഒരു കേസും അദ്ദേഹത്തിൻ്റെ കേസ് ഡയറിയിൽ ഇല്ല. അദ്ദേഹത്തിന് ഈ കേസിൽ ഒരു ഇൻട്രസ്റ്റ് തോന്നി. അദ്ദേഹത്തിൻ്റെ ചോദ്യം ചെയ്യുന്ന രീതിയും കേസിൻ്റെ അന്വേഷണമൊക്കെ ഒരു പ്രത്യേക രീതിയിലുള്ളതെന്നാണ് പൊതുവെ സംസാരം. ആ ഫയൽ, അതായത് ഈ കണ്ണൻ്റെ കേസ് ഫയൽ എടുത്ത് നോക്കുകയാണ് അദ്ദേഹം. അപ്പോൾ അതിൽ ഈ മരണം അന്വേഷിക്കാൻ ഇറങ്ങുമ്പോഴാണ് ഒരുപാട് ദുരൂഹതകൾ ഉള്ളതായിട്ട് അദ്ദേഹത്തിന് മനസ്സിലാകുന്നത്. ആ ഫയലിൽ കൊടുത്തിരിക്കുന്ന പലരുടെ മൊഴികളിലും വൈരുദ്ധ്യങ്ങൾ ഏറെയുണ്ട്. മാത്രമല്ല, ശരീരത്തിൽ ഉണ്ടായിട്ടുള്ള പല വ്രണങ്ങളും പാടുകളും ഒക്കെ സോറിയാസിസ് ആണെന്ന് എഴുതിയിട്ടുമുണ്ട്. പക്ഷേ കഴുത്തിലൊരു ഏറ്റ പാടുണ്ട്. അത് ബലപ്രയോഗത്തിലുണ്ടായതാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. കണ്ണൻ മരിച്ച ആ സമയത്തുള്ള ടവർ ലൊക്കേഷൻ പരിശോധനയിലും 2 മൊബൈൽ നമ്പറുകൾ കൂടുതൽ നേരം ആക്റ്റീവായിട്ടുമുണ്ട്. എന്നാൽ ഇത് ആരുടെയൊക്കെ എന്ന് കണ്ടുപിടിച്ചിട്ടുമില്ല പോലീസ്. CI ചന്ദ്രകുമാർ ഇതിൻ്റെ പിന്നാലെ തന്നെ കൂടി. ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ അദ്ദേഹത്തിന് ഒരു ചെറിയ തുമ്പൊക്കെ ഈ കേസിൽ കിട്ടുകയാണ്. മൊഴി നൽകിയവരെയും സാക്ഷികളെയും ഒക്കെ പാറശാല പോലീസ് സ്റ്റേഷനിൽ ഒരു ദിവസം രാവിലെ അദ്ദേഹം വിളിച്ചു വരുത്തി. കൊണ്ടുപോയവരും സുമതിയും 3 പെൺമക്കളും എല്ലാം രാവിലെ തന്നെ സ്റ്റേഷനിൽ ഹാജരായി. ഓരോരുത്തരെ ആയിട്ട് മാറ്റിയിരുത്തിയിട്ടാണ് അദ്ദേഹം പല കാര്യങ്ങളും ചോദിക്കുന്നത്. ഈ ഒരു ചോദ്യം ചെയ്യൽ പ്രത്യേക രീതിയിലായിരുന്നു. ഈ വന്നിരിക്കുന്ന ആരെയും തമ്മിൽ സംസാരിക്കാൻ പോലും സമ്മതിക്കുന്നില്ല. കാരണം എന്തെന്ന് വെച്ചാൽ ഇവരെന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുമോ എന്നൊരു ഡൗട്ട് കൊണ്ടാണ് ഇവരാരെയും തമ്മിൽ സംസാരിക്കാൻ പോലും അനുവദിക്കാത്തത്. ഏകദേശം 5 മണിക്കൂർ വരെ നീണ്ട ആ ചോദ്യം ചെയ്യലിൻ്റെ ഒടുവിൽ 5-ാം മണിക്കൂർ അദ്ദേഹം പുറത്തു വന്ന് എല്ലാവരോടുമായിട്ട് പറയുകയാണ്, കണ്ണൻ സ്വയം ജീവനൊടുക്കിയതല്ല, അവനെ കൊന്നു കെട്ടി തൂക്കിയതാണെന്നും. എല്ലാവരും അന്തം വിട്ട് നിൽക്കുകയാണ്, പ്രത്യേകിച്ച് സുമതി. അദ്ദേഹം ആ കൊലയാളികൾ ഇവിടെ തന്നെ ഉണ്ടെന്നും പറയുകയും ചെയ്തു. എല്ലാവരും ഇങ്ങനെ പരസ്പരം നോക്കുകയാണ് സംശയത്തോടെ ആരെന്ന്. അപ്പോഴുണ്ട് CI ആ കൊലയാളികളെ അകത്തു നിന്നും എല്ലാവർക്കും മുന്നിൽ ഇങ്ങനെ കൊണ്ടുവന്ന് പ്രദർശിപ്പിച്ച് നിർത്തി. അത് മറ്റാരുമല്ല, സുമതിയുടെ ഹൗസ് ഓണറായ ഇന്ദിരയും പ്രവീൺ എന്ന് പറയുന്ന ഒരുത്തനുമാണ്. ഇനി ഇതിൽ നടന്നതെന്തെന്ന് പറയാം. ഈ ഇന്ദിരയുടെ ഭർത്താവ് ഗൾഫിലാണെന്ന് പറഞ്ഞല്ലോ. മോളെ കെട്ടിച്ച് വിട്ട ശേഷം ഈ സ്ത്രീ ആ വലിയ വീട്ടിൽ ഒറ്റയ്ക്കാണ് താമസം. കൈ നിറച്ച് കാശും ഒക്കെ ഭർത്താവ് അയച്ചു കൊടുക്കുന്നുണ്ട്. ഇന്ദിരയുടെ ഭർത്താവ് ഗോപിക്കാണെങ്കിൽ കാശ് എന്ന് പറഞ്ഞ ഒരൊറ്റ ചിന്തയുള്ളൂ. അതുകൊണ്ട് തന്നെ അയാൾ ഗൾഫിൽ ചത്ത് കടന്ന് ജോലി ചെയ്യുകയാണ്. 3-4 കൊല്ലം കൂടുമ്പോഴാണ് അയാൾ നാട്ടിൽ പോലും വരുന്നത്.
പക്ഷെ മോളെ കെട്ടിച്ചു വിട്ട ശേഷം അയാൾ പിന്നെ വരുന്നത് 5 കൊല്ലം കൂടിയപ്പോഴാണ്. കല്യാണത്തിന് കുറേ കാശൊക്കെ ചിലവായതുകൊണ്ട് അയാൾ നാട്ടിൽ വരുന്ന കാലയളവും അങ്ങ് നീട്ടി. കുറേ കൂടി പൈസ സമ്പാദിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാലയളവ് നീട്ടിയിരിക്കുന്നത്. ഇതിലൊന്നും സാധാരണ ഭാര്യമാരെ പോലെ ഇന്ദിരയ്ക്ക് ഒരു പരാതിയും പരിഭവവും ഒന്നുമില്ല. വരുമ്പോൾ വരട്ടെ എന്ന മട്ടാണ് അവർക്ക്. അങ്ങനെ പോകവെയാണ് ഇന്ദിരയുടെ ആ വാടക വീട്ടിലോട്ട് ഈ സുമതിയും മക്കളും എത്തുന്നത്. കുടുംബമായിട്ട് ഇന്ദിര നല്ല ക്ലോസ് ആയിട്ടാണ് പെരുമാറുന്നത്, ഇടപഴകുന്നതും ഒക്കെ. പതിയെ പതിയെ 48കാരി ഇന്ദിരയും 28കാരൻ കണ്ണനും തമ്മിൽ അങ്ങ് ക്ലോസായി. ക്ലോസ് എന്ന് പറഞ്ഞാൽ എല്ലാ രീതിയിലും ക്ലോസ് ആവുകയാണ്. തക്കം കിട്ടുമ്പോഴെല്ലാം ഇന്ദിരയും കണ്ണനും ഇന്ദിരയുടെ ആ വലിയ വീട്ടിൽ ഒരുമിക്കും. ഒറ്റയ്ക്ക് താമസിക്കുന്നത് കൊണ്ട് ഇന്ദിരയ്ക്ക് എല്ലാ കാര്യങ്ങളും അനുകൂലമായിരുന്നു. സുമതി ഇതൊന്നും അറിഞ്ഞതേയില്ല. സുമതി തയ്യൽ മെഷീൻ്റെ മൂട്ടിലും ഗോപി ഗൾഫിലുമായിട്ട് ഒന്നും അറിയാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഈ പരിപാടിയൊക്കെ ഇങ്ങനെ മാസങ്ങളായിട്ട് മുന്നോട്ട് ആരും അറിയാതെ ഇവർ കൊണ്ടുപോയി. പെട്ടെന്ന് ഇന്ദിരയ്ക്ക് ഒരു തോന്നലുണ്ടാവുകയാണ്. ഈ ചെറുക്കനെ ഇങ്ങനെ ഞാൻ കൊണ്ടു കിടന്നാൽ പാവം അവൻ്റെ ജീവിതം ശരിയായി പോവില്ല, അവൻ്റെ പാട്ടിന് വിടുന്നതാണ് നല്ലതെന്ന്. പക്ഷേ കണ്ണൻ അത് വല്ലതും കേൾക്കുമോ? അവനിപ്പോൾ ഇന്ദിരയില്ലാതെ പറ്റില്ല എന്നൊരു അവസ്ഥയാണ്. ഇന്ദിര അവനെ ഇതിൽ നിന്നും രക്ഷപ്പെടുത്താൻ തന്നെ അങ്ങ് തീരുമാനിച്ചു. അവൾ നേരെ ഭർത്താവായ ഗോപിയെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, നമ്മുടെ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്ന സുമതി ചേച്ചിയുടെ മകൻ ഒരുപാട് പഠിച്ചിട്ടൊക്കെ ഉണ്ട്, പക്ഷേ ജോലിയൊന്നും ആയിട്ടില്ല. വീട്ടിലാണെങ്കിൽ ഭയങ്കര കഷ്ടമാണ്. അവനെ നിങ്ങൾക്ക് ഗൾഫിൽ എന്തെങ്കിലും ജോലിയൊക്കെ ശരിയാക്കി കൊടുക്കാൻ പറ്റുമോ? ഗോപി പറഞ്ഞു, അതൊന്നും ശരിയാവില്ല. ഇവിടെ ഓഫീസ് പണിയൊന്നും കിട്ടാനും പോണില്ല. പിന്നെ കിട്ടുന്ന ജോലിക്കാണെങ്കിൽ നല്ല അധ്വാനിക്കേണ്ടി വരും. ഇന്ദിര പറയുകയാണ്, അയ്യോ അതൊന്നും സാരമില്ല, അവൻ എന്ത് പണി വേണമെങ്കിലും ചെയ്തോളും, നല്ല കഠിനാധ്വാനിയാണ് അവൻ. ഗോപിക്ക് ഇന്ദിര പിന്നീട് ഇരിയും ശരണവും കൊടുത്തില്ല എന്ന് തന്നെ പറയാം. സഹി കെട്ട് അയാൾ ശരി ഞാൻ നോക്കിക്കൊള്ളാം എന്ന് ഏറ്റു. അങ്ങനെ ഗോപി കണ്ണനൊരു ജോലിയൊക്കെ അയാളുടെ അടുത്ത് തന്നെ ശരിയാക്കി കൊടുക്കുകയാണ് ഗൾഫിൽ. പോകില്ല എന്ന് പറഞ്ഞ് നിന്ന കണ്ണനെ പല പഞ്ചാര വാക്കുകളും വാഗ്ദാനങ്ങളും ഒക്കെ കൊടുത്ത് ഇന്ദിര ഗൾഫിലോട്ട് പറഞ്ഞു വിട്ടു. വിളിക്കുകയും ഒക്കെ ചെയ്യും. മാത്രമല്ല മുഴുവൻ പൈസയും ഈ ഇന്ദിരയുടെ അക്കൗണ്ടിലോട്ടാണ് അവൻ അയച്ചു കൊടുക്കുന്നത്. ഇന്ദിരയാണ് ചിലവിനുള്ളതൊക്കെ സുമതിക്ക് അതിൽ നിന്നും കൊടുക്കുന്നത്. ആ സമയത്താണ് കണ്ണന് ഈ സോറിയാസിസ് എന്ന രോഗം പിടിച്ച് വരുന്നത്. ശരീരമൊക്കെ ചൊറിഞ്ഞ് തടിച്ച് പുണ്ണാവുന്നതാണ് ഈ സോറിയാസിസ്. അവനാണെങ്കിൽ ഒട്ടും പിന്നെ അവിടെ തുടരാൻ പറ്റാത്തൊരവസ്ഥ. ഗോപി തന്നെ കണ്ണനെ നാട്ടിലോട്ട് കയറ്റി വിടുകയാണ്. നാട്ടിൽ വന്നതും കണ്ണൻ ഇന്ദിരയെ കാണാൻ ശ്രമിച്ചപ്പോഴെല്ലാം ഇന്ദിര കണ്ട ഭാവം പോലും വയ്ക്കുന്നില്ല. പല പ്രാവശ്യം ഇന്ദിരയുടെ അടുത്ത് പഴയതുപോലെ ഒട്ടാനൊക്കെ ശ്രമിക്കുന്നുവെങ്കിലും ഒരു പരിചയം ഇല്ലാത്ത പോലെയാണ് ഇന്ദിരയുടെ പെരുമാറ്റം. മാസം 1 കഴിഞ്ഞു കണ്ണൻ വന്നിട്ട്. കണ്ണനാണെങ്കിൽ ആകെ വിഷമത്തിലാണ്. അവൻ്റെ തലയിൽ പല ചിന്തകളും ഇങ്ങനെ പോവുകയാണ്. ഇനി എൻ്റെ ശരീരത്തിൻ്റെ ഈ പുണ്ണും ദുർഗന്ധവും കാരണമാണോ ഇന്ദിര ഒഴിഞ്ഞു മാറുന്നത്, എന്നെ അടുപ്പിക്കാത്തത്, അതോ ഇനി ഞാൻ തിരിച്ചു വന്ന ദേഷ്യം കൊണ്ടാണോ എന്നൊക്കെ ഇവ ഇങ്ങനെ ആലോചിച്ച് വട്ടാവുകയാണ്. ആരടുത്തും പറയാനും വയ്യ. എന്തായാലും ഇന്ദിരയെ പിടിച്ചു നിർത്തി കാരണം എന്തെന്ന് ചോദിക്കാൻ തന്നെ കണ്ണൻ അങ്ങ് തീരുമാനിച്ചു. അമ്പലത്തിലെ ഉത്സവത്തിന് അമ്മയും അനിയത്തിമാരും ഒക്കെ രാത്രി പോയ സമയം കണ്ണൻ ഇത് തന്നെ മുതലെടുക്കുകയാണ്. കാരണം ഇന്ദിര പോയിട്ടില്ലെന്ന് കണ്ണൻ അറിയാം. കണ്ണൻ ഇന്ദിരയുടെ വീടിന് മുന്നിലെത്തി. അവൻ വാതിൽ തട്ടിയിട്ടും ഇന്ദിര വാതിൽ തുറക്കുന്നില്ല. അപ്പോഴാണ് വരാന്ത വഴി നടന്നപ്പോൾ സൈഡ് മുറിയിൽ നിന്നും ഒരു സീൽക്കാര ശബ്ദം അവൻ കേട്ടത്. ആ മുറിയുടെ ജനാല വഴി അവൻ കണ്ടത് മറ്റൊരുത്തനുമായി കിടക്കുന്ന ഇന്ദിരയാണ്. ആ വീട്ടിൽ വയറിങ്ങിന് വന്ന പ്രവീൺ എന്ന 27കാരൻ. അവനെ ഒതുക്കിയെടുത്തിട്ടാണ് ഇന്ദിര കണ്ണനെ ഗൾഫിലോട്ട് ഒഴിവാക്കി വിട്ടത്. കണ്ണൻ ഇവരെ കണ്ടതും ഇവനെ കണ്ടു. പിന്നെ കണ്ണൻ ആ വീട്ടിലോട്ടങ്ങ് തള്ളിക്കയറി ഇന്ദിരയും പ്രവീണും ഒക്കെ ആയിട്ട് വഴക്കാവുകയാണ്. ഈ വഴക്ക് മൽപ്പിടുത്തത്തിലോട്ടും പോയി. എല്ലാം കഴിഞ്ഞിട്ട് കണ്ണൻ കലിതുള്ളി അവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ ഒരുങ്ങിയപ്പോഴാണ് ഇന്ദിരയ്ക്ക് ബുദ്ധി ഉദിച്ചത്. പ്രവീണും ഇന്ദിരയും മുഖത്തോട് മുഖം ഒന്ന് നോക്കി. അപ്പോഴാണ് ഇവർക്ക് ഓർമ്മ വരുന്നത്, ഇവൻ ഇത് പോയി പുറത്ത് പറഞ്ഞാൽ നാറിയത് തന്നെ. പിന്നെ ഒന്നും നോക്കിയില്ല, ഇന്ദിര പിറകിൽ കൂടി കഴുത്തിലൊരു തുണിയിട്ട് വലിച്ചിവനെ താഴെ തള്ളിയിടുകയാണ്. ഇവർ 2 പേരും ചേർന്ന് തറയിൽ വീണ കണ്ണനെ കഴുത്ത് മുറുക്കി കൊന്ന ശേഷം കണ്ണൻ്റെ വീട്ടിൽ തന്നെ കൊണ്ടുപോയി കെട്ടിത്തൂക്കി. അതിനുശേഷം പിന്നെ പ്ലാനൊക്കെ പറയുന്നത് ഈ പ്രവീണാണ്. പ്രവീൺ പറയുകയാണ് ഇന്ദിരയോട്, നീ ഇവനെ അവിടെ കെട്ടിത്തൂക്കിയിട്ട് ഇത് കെട്ടറത്തിട്ടിട്ട് നിലവിളിച്ച് ആളെ കൂട്ടിക്കോണം.
അതുപോലെയൊക്കെ ഇന്ദിര ഈ പ്രവീൺ പറഞ്ഞതുപോലെയൊക്കെ ചെയ്തു. കെട്ടറത്തിട്ടു. എന്നിട്ട് ഇവളങ്ങോട്ട് വിളിക്കാനും തുടങ്ങി. ഈ വിളി കേട്ട് ഓടി വന്നവരുടെ കൂട്ടത്തിൽ പ്രവീണും ഉണ്ടായിരുന്നു. സുമതിക്കും മക്കൾക്കും ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ ഒരു കേസിൽ ആരും കൂടുതൽ ഇറങ്ങില്ല എന്ന് സമാധാനിച്ചിരുന്ന ഇന്ദിരയ്ക്കും പ്രവീണിനും സിഐയുടെ രൂപത്തിൽ വലിയൊരു പൂട്ട് തന്നെ വീണെന്ന് പറയാം. ഇതുപോലെയാണ് പല ആത്മഹത്യകളും കൊലപാതകമെന്ന് ഇപ്പോഴും തെളിയാതെ കിടക്കുന്നത്. ഈ ഒരു സംഭവത്തിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് കമൻറ്റ് ചെയ്യൂ. പുതിയൊരു ക്രൈം ത്രില്ലർ സ്റ്റോറിയുമായി വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.